നമസ്കാരം. നമ്മളെല്ലാവരും ചെടിയും പൂക്കളും മരങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യസ്തമായ കാര്യം കാണുമ്പോൾ അത് എന്നും കൗതുകമാണ്. ആ കൗതുകമാണ് ഇന്ന് ഈ വീഡിയോയിൽ എത്തി നിൽക്കുന്നത്. അതെന്താണെന്നല്ലേ, എയർപോട്ട് അഥവാ എയർ പ്രൂണിംഗ് പോട്ട് എന്ന ചെടിയും മരങ്ങളുമൊക്കെ നടാൻ സാധിക്കുന്ന ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഉപകരണങ്ങളും ടെക്നോളജികളും പരിചയപ്പെടുത്തുകയാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതാണ് എയർ പ്രൂണിംഗ് പോട്ട്. ഇത് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്ന് ഇൻഡോർ ആവശ്യത്തിനും ഒന്ന് ഔട്ട്ഡോറിൽ വെക്കുന്നതിനായും. ഇത് തമ്മിലുള്ള വ്യത്യാസവും ഇതെങ്ങനെ സെറ്റ് ചെയ്യും എന്നതും നമുക്ക് നോക്കാം. പുറമേ വരുന്ന ഷീറ്റും ബോട്ടവും ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രൂസും അടങ്ങിയതാണ് എയർപോട്ട്. പ്രധാന ഭാഗം ഇതിൻ്റെ ഷീറ്റ് തന്നെ. കുമിളകൾ പോലുള്ള ഇതിൻ്റെ പുറംഭാഗത്തെ കുമിളകൾ മണ്ണ് നിറക്കുന്നതിന് തൊട്ട് താഴെ ഭാഗം വരെ ദ്വാരമുള്ളതാണ്. ഉൾവശത്തെ കുമിളകളിൽ ദ്വാരം വരുന്നില്ല, അതുപോലെ മുകൾ വശത്തും. ഫിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെഭാഗത്തെ കുമിളകൾക്ക് മുകളിൽ വരുന്ന രീതിയിൽ ബോട്ടം ചേർത്ത് വെച്ച് ഷീറ്റ് അതിനെ ചുറ്റി ഒരു കുമിളക്ക് മുകളിൽ മറ്റൊരു കുമിള വരുന്ന രീതിയിൽ ചേർത്ത് വെച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ പോട്ട് റെഡിയായി. ചെറിയ പോട്ടുകളിൽ 2 സ്ക്രൂ ആണ് വരുന്നത്. വലിയ പോട്ടുകളിൽ അതിൻ്റെ ഉയരത്തിനനുസരിച്ച് കൂടുതൽ സ്ക്രൂ വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് ഫിറ്റ് ചെയ്യാനാകും. അതുപോലെ പഴയ എയർപോട്ട് മാറ്റി പുതിയത് വയ്ക്കണമെങ്കിലും ഈ സ്ക്രൂ അഴിച്ച് പോട്ട് മാറ്റി പുതിയ പോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. പോട്ട് 2 വിധത്തിലാണ് വരുന്നത്. ഒന്ന് ഇൻഡോർ പോട്ടും ഒന്ന് ഔട്ട്ഡോറിലും. ഇത് ഔട്ട്ഡോറിൽ വയ്ക്കാനുള്ള പോട്ടാണ്. ഇനി നമുക്ക് ഇൻഡോർ പോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡോർ പോട്ടിലും കാര്യമായ വ്യത്യാസം വരുന്നില്ല. ഇതിൻ്റെ ബോട്ടത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബോട്ടത്തിൽ കൂടുതലായിട്ടുള്ള കാര്യം താഴെ ഒരു പാത്രം വരുന്നതാണ്. അധികമായിട്ടുള്ള വെള്ളം സ്റ്റോക്ക് ചെയ്യാനായിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ തന്നെ തിരിനനയും ചെയ്യാനാകും. ഇതിനായി ഒന്നിലധികം പോട്ടുകൾ പൈപ്പ് വഴി ഘടിപ്പിക്കാനായി ഒരു സോക്കറ്റ് വരുന്നുണ്ട്. കൂടാതെ ബോട്ടത്തിൽ തിരിയിടുന്നതിനായി ഈ ഭാഗം മുറിച്ചു മാറ്റാൻ തക്ക വിധത്തിലാണ് വരുന്നത്. ഇനി ഇതിലെന്താണ് ടെക്നോളജി എന്ന് നോക്കാം. സാധാരണ നമ്മൾ ചെടികളുടെയും മരങ്ങളുടെയും സ്റ്റെം പ്രൂൺ ചെയ്യാറുണ്ട്. പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞ റോസാ ചെടിയുടെ ശാഖ മുറിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ശാഖകൾ വരികയും കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ എയർപോട്ടിൽ വെക്കുന്ന ചെടിയുടെ വേരുകൾ ഗ്രോ ബാഗിൽ വെക്കുന്ന ചെടിയുടെ വേരുകൾ പോലെ അരികിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കാതെ ഈ ഹോളിലൂടെ പുറത്തോട്ടേക്ക് വരികയും പുറത്തോട്ടേക്ക് വരുന്നവ കരിഞ്ഞു പോവുകയും തുടർന്ന് ഇവയുടെ വേരുകളിൽ ഉപശാഖകൾ ഉണ്ടാവുകയും കൂടുതൽ കരുത്തോടെ ചെടി വളരുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ഹെൽത്തിയായ വേരുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെടി കൂടുതൽ ഫലം തരികയും ആരോഗ്യത്തോടെ ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും. ഒരു ചെടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ പുതിയ വേരുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ ചെടി പതിയെ ആരോഗ്യം കുറഞ്ഞു പോകുന്നു. എന്നാൽ എയർപോട്ടിൽ വെക്കുന്ന ചെടിയുടെ വേരുകൾ എപ്പോഴും പുതിയത് വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ചെടി ഒരുപാട് കാലം ആരോഗ്യത്തോടെ നിൽക്കുന്നു. അതുതന്നെയാണ് ഈ ടെക്നോളജിയുടെ പ്രത്യേകതയും. ഇതിൽ ഇൻഡോറിൽ വെക്കുന്ന മരങ്ങളും കുറ്റിച്ചെടികളും വലിയ മരങ്ങളും വരെ നടാനാകും. വിദേശ രാജ്യങ്ങളിൽ എയർപോട്ടിൽ വെച്ച് വളർച്ച വന്ന മരങ്ങളാണ് പൊതുസ്ഥലങ്ങളിലേക്ക് നടാനായി കൊണ്ടുപോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവയെ പരിപാലിക്കാൻ എളുപ്പമാണ്. ചെറിയ മരങ്ങളെ പരിപാലിച്ച് ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ഇതിന് കൂടുതൽ പരിപാലനം ആവശ്യമില്ലാതെ വരുന്നു. നമ്മുടെ പരിസ്ഥിതി ദിനങ്ങളിലും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മരങ്ങൾ നമുക്ക് ഉണ്ടാക്കാനാവും. ഇനി നമുക്ക് എയർപോട്ടിൽ എങ്ങനെ മണ്ണ് നിറക്കാം എന്നത് നോക്കാം. മണ്ണ് നിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മണ്ണ് ഇതിൻ്റെ അരികിൽ ടൈറ്റ് ചെയ്ത് വേണം നിറക്കാൻ. അല്ലെങ്കിൽ മുകളിൽ ഭാരം വരുമ്പോൾ താഴെ ഭാഗം ചളുങ്ങിപ്പോകും. ചെടികളെയും മരങ്ങളെയും ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് ഈ എയർപോട്ട്. അഗ്രികൾച്ചർ മാർക്കറ്റുകളിൽ ഇന്ന് എയർപോട്ട് ലഭ്യമാണ്. എയർപോട്ടിൽ ചെടികൾ നന്നായി വളരും എന്നതിൽ സംശയമില്ല. പക്ഷേ ഇതിനാവശ്യമായ വളങ്ങളും സൂക്ഷ്മമൂലകങ്ങളും ആവശ്യമായ സമയങ്ങളിൽ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്